ദിവസം മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി പ്രസംഗത്തിലൂടെ വക്കം ഭൂമി വക്കത്തിൻ്റെ അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. അദ്ദേഹത്തിന് എന്ത് അധികാരം അങ്ങനെ പറയുവാൻ, വക്കത്തിൻ്റെതല്ല എന്ന് പറയുവാൻ അദ്ദേഹത്തിന് ആരധികാരം കൊടുത്തു എന്നാണ് കെ.എം. ഷാജി ചോദിക്കുന്നത്. ഇത് കെ.എം. ഷാജിയുടെ ഉള്ളിലിരിപ്പല്ല, ഇത് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണ്. കെ.എം. ഷാജിയിലൂടെ അത് വെളിയിൽ വന്നത്. തിരിച്ച് രണ്ടാമത്തെ ദിവസം മുസ്ലിം ലീഗ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് കെ.എം. ഷാജിയുടെ അഭിപ്രായമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് തിരുത്തിയവർ. ഞങ്ങൾക്ക് ഈ ഭൂമിയുമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഇത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറയുകയുണ്ടായി. അപ്പോൾ മുനമ്പത്തെ ജനങ്ങളെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗ് സത്യത്തിൽ അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഏറ്റെടുക്കണം, അല്ലെ ഗവൺമെൻറ് അത് പരിഹരിക്കണം എന്ന് പറയുവാൻ മുസ്ലിം ലീഗിന് എന്ത് അധികാരം? അപ്പം മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്ന, മുനമ്പത്തെ ജനങ്ങളും ഇടതുപക്ഷ ഗവൺമെൻറ്റും തമ്മിൽ അടിച്ചോട്ടെ. അപ്പോൾ ആ അടി കാണുവാൻ വേണ്ടിയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് എടുത്ത് ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിതിലൊന്നും ചെയ്യുവാൻ കഴിയില്ല, ഗവൺമെൻറ്റിന് മാത്രമേ ഇത് എന്തെങ്കിലും പരിഹരിക്കാൻ കഴിയുള്ളെന്നും പറഞ്ഞ് മുസ്ലിം ലീഗ് കൈയൊഴിഞ്ഞു. ഇത് ഗവൺമെൻറ്റിനും പരിഹരിക്കാൻ പറ്റുകയില്ല, കോടതിക്കും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഈ ഭൂമി ആരുടെയാണോ അവർക്ക് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഞങ്ങൾക്കാകത്തില്ലെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയാൽ ഇതിനൊരു പരിഹാരം കാണുവാൻ കഴിയുകയില്ല. അപ്പം മുനമ്പത്തെ ജനങ്ങളെ സത്യത്തിൽ ഇവർ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ തലയെ വെച്ചിട്ട് ഇവർ മാറി നിൽക്കുകയാണ്. അപ്പോൾ വക്കം ഭൂമി വക്കത്തിൻ്റെ ആണെന്ന് മുസ്ലിം ലീഗ് തീർത്തു പറയുന്നു. എന്നാൽ പിന്നെ അവരങ്ങ് പരിഹരിച്ചാൽ പോരെ. പരിഹാരം അവരുടെ കയ്യിലായിരിക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ കയ്യിലായി പരിഹാരം ഇരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല, അല്ലെ കോടതിയുടെ കയ്യിലല്ല. അവർ വിചാരിച്ചാൽ വക്കം ഭൂമിയിൽ അല്ലെ മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അവർ മാത്രം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ, അല്ല സർക്കാർ വിചാരിച്ചാലൊന്നും അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാനൊക്കത്തില്ല. അവിടെ ഭൂമി സർക്കാരിന് കൈകേറാനൊന്നും പറ്റത്തില്ല. അത് അതിൻ്റെ ഉടമസ്ഥർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അവർ തീരുമാനിക്കണം ഈ ഭൂമിയിൽ എന്ത് ചെയ്യണം, ഇത് അവിടെ താമസിക്കുന്നവർക്ക് കൊടുക്കണോ വേണ്ടയോ. തീരുമാനമെടുക്കേണ്ടത് ആരാ? മുസ്ലിം ലീഗുകാരാണ്. അതിന് പകരം അവർ മാറി നിന്നുകൊണ്ട് സർക്കാരിനെ പഴിയാരുകയാണ്. സർക്കാർ ഈ വയ്യാവലി ഏറ്റോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈയൊഴിഞ്ഞു. അപ്പോൾ മുനമ്പത്തിൽ ആ ഭൂമിയിൽ താമസിക്കുന്ന പാവപ്പെട്ടവരായ ജനങ്ങൾ അവരിനി ആരെയാണ് സമീപിക്കേണ്ടത്? കോടതിയെ സമീപിച്ചാൽ കോടതിക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുകയില്ല, സർക്കാരിന് ആ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുകയില്ല. അപ്പോൾ ഇടപെടാൻ കഴിയുന്നത് മുസ്ലിം ലീഗിന് മാത്രമേ കഴിയുള്ളൂ. അവരാണല്ലോ ഇപ്പോൾ പറഞ്ഞത് വക്കം ഭൂമി വക്കത്തിൻ്റെ തന്നെയാണ്, അത് വേറെ ആരുടെയല്ല എന്നവർ പറഞ്ഞല്ലോ. അപ്പം അവർ വേണം അതിന് പരിഹാരമുണ്ടാക്കാൻ.
അല്ല മാറി നിന്നുകൊണ്ട് കൂട്ടിയടിപ്പിക്കുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത്. സർക്കാരും മുനമ്പത്ത് താമസിക്കുന്ന ജനങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാം കൂട്ടായി ചേർന്ന് നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അല്ലാതെ സർക്കാരിൻ്റെ തലയിൽ ചാരി അങ്ങ് മാറുകയല്ല വേണ്ടത്. സർക്കാരിൻ്റെ ഭൂമിയൊന്നും അല്ലല്ലോ സർക്കാരിന് വീതം വെച്ച് കൊടുക്കാൻ. സർക്കാരിന് പറ്റുമോ? ഒക്കത്തിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് വീതം വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. അത് മുസ്ലിം ലീഗ് തന്നെ തീരുമാനിക്കണം എന്ത് ചെയ്യണം. ഈ ഭൂമി അതിന് പരിഹാരം കണ്ടെത്തണം. അതിന് പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗും കിടന്ന് തമ്മിലടിക്കുകയും അതിനൊരു പരിഹാരം കാണാതെ മാറി നിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവരെന്താണ് ചെയ്യുന്നത്? ഞങ്ങളെ വെറുതെ കളിപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഇവർ മനസ്സിലാക്കണം. അപ്പം പരിഹാരം ഉടനെയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഉണ്ടാക്കാൻ കഴിയത്തില്ല. അവകാശപ്പെട്ടവരുടെ ഭൂമി അവർ തീരുമാനിക്കണം. എന്ത് ചെയ്യണമെന്നുള്ളത് അവരുടെ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. അതിനു വേണ്ട നടപടികളാണ് കൈക്കൊള്ളേണ്ടത്. അതെത്രയും വേഗം ആ രീതിയിൽ ചിന്തിച്ചാൽ ശാശ്വതമായൊരു പരിഹാരം മുനമ്പത്ത് ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് മാറി നിന്നുകൊണ്ട് ഞങ്ങൾക്കിതിനകത്തൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കൂട്ടായി ചേർന്ന് നിന്നുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പം മുനമ്പത്തെ ജനങ്ങൾ സുപ്രീം കോടതിയിൽ പോയാലും അവിടെ പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല. സുപ്രീം കോടതിക്ക് പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിന് പരിഹാരം ഇവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അവരൊഴിഞ്ഞു മാറാതെ അവർ മുന്നോട്ട് വരണം മുസ്ലിം ലീഗ്. അതാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക, അതാണ് ഇവിടെ ആവശ്യം.